എല്ലാവർക്കും നമസ്കാരം. ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും വീണ്ടും കാത്തിരുന്ന അഗ്രികൾച്ചറൽ ഓഫീസർ വീണ്ടും വിളിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പരീക്ഷകൾ എഴുതിയവർക്ക് അല്ലെങ്കിൽ പരീക്ഷാ പേപ്പറുകൾ നോക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ സബ്ജക്റ്റിൽ നിന്നും കൃത്യമായിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്നതും പിന്നെ അതുപോലെ കുറച്ച് റാങ്ക് ഡിറ്റർമിനിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും പൊതുവെ അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ നിന്ന് പൊതുവെ വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിലബസ് അഗ്രികൾച്ചറൽ എക്കണോമിക്സിന്റെ ഒരു സിലബസ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റാങ്ക് കുറച്ചും കൂടി മെച്ചപ്പെടുത്താനും ജോലി ഉറപ്പുവരുത്താനും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഗ്രികൾച്ചറൽ എക്കണോമിക്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പൊതുവെ പഠിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് പഠിച്ചത് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കൺസ്യൂമർ ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ അയാളുടെ സ്വഭാവങ്ങൾ വ്യത്യാസപ്പെടാം എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ നമ്മൾ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു എക്കണോമിക് സിസ്റ്റത്തിൽ ഒരാളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ അതിന്റെ വില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അയാളുടെ വാങ്ങുന്നതിന്റെ സ്വഭാവം എങ്ങനെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനാണ് നമ്മൾ പൊതുവെ കൺസ്യൂമർ ബിഹേവിയർ അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു കൺസ്യൂമർ എങ്ങനെ ഇതുപോലെ ബിഹേവ് ചെയ്യും എന്ന് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 2 അപ്രോച്ചുകളാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഒന്നാമത്തതിന് നമ്മൾ കാർഡിനൽ അപ്രോച്ച് എന്നും രണ്ടാമത്തതിന് നമ്മൾ ഓർഡിനൽ അപ്രോച്ച് എന്നും പറയും. ഈ കാർഡിനൽ അപ്രോച്ച് പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രത്യേക ടെർമിനോളജിയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, യൂട്ടിലിറ്റി എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മോഡിറ്റിക്ക് ഒരു മനുഷ്യന്റെ ആവശ്യം സഫലമാക്കി കൊടുക്കാനുള്ളതിന്റെ കഴിവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ. ഒരു പേനയ്ക്ക് യൂട്ടിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേനയ്ക്ക് യൂട്ടിലിറ്റി ഉണ്ട്. കാരണം അതാ എഴുതുക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കാൻ പേനയ്ക്ക് കഴിവുണ്ടെങ്കിൽ പേനയ്ക്ക് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം, അല്ലെ? അപ്പോൾ മനുഷ്യന്റെ ആവശ്യം സഫലമാക്കുന്ന എന്തിനും എന്തുണ്ട്? യൂട്ടിലിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണേൽ പറയാൻ പറ്റും, അല്ലെ? ഒരു പേനയ്ക്ക് യൂട്ടിലിറ്റി ഉണ്ട്, വെള്ളത്തിന് യൂട്ടിലിറ്റി ഉണ്ട്. കാരണം എന്താ? നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റും, അതിനൊരു കഴിവുണ്ട്, അല്ലെ? അപ്പൊ ഈ കാർഡിനൽ അപ്രോച്ചിലും ഓർഡിനൽ അപ്രോച്ചിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കാർഡിനൽ അപ്രോച്ചിൽ എന്ത് വ്യത്യാസമുള്ളത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അസംഷന്റെ പുറത്താണ് നമ്മൾ കാർഡിനൽ അപ്രോച്ചിലെ പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ പഠിക്കുന്നത്. എന്താ ഈ പറയുന്ന യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മോഡിറ്റി, ഇപ്പൊ ഞാൻ ഒരു ആപ്പിൾ കഴിക്കുവാണ്, എന്നിട്ട് എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് ഞാൻ മെഷർ ചെയ്ത് പറയാൻ പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, അല്ലെ? പക്ഷെ നിങ്ങൾക്ക് ഞാൻ ഒരു ആപ്പിളും തരുന്നു, ഒരു ഓറഞ്ചും തരുന്നു, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് അതിനെ റേറ്റ് ചെയ്യാൻ പറയുകയാണ്, അല്ലെങ്കിൽ 100ൽ ഞാൻ മാർക്ക് ഇടാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ആപ്പിളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ആപ്പിളിന് ഞാൻ ചിലപ്പോൾ ഒരു 80 മാർക്ക് കൊടുക്കും, അല്ലെ? ഓറഞ്ചിന് ഞാൻ ഒരു 60 മാർക്ക് കൊടുക്കും, അല്ലെ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അസംഷൻ ഉള്ള അപ്രോച്ചിനെയാണ് നമ്മൾ കാർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിനൽ അപ്രോച്ചിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പൊതുവെ മെഷറബിൾ ആയിരിക്കും. അതായത് ഒരു കമ്മോഡിറ്റിക്ക് നമ്മുടെ ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അതിനെ നമുക്ക് അളക്കാൻ പറ്റും എന്നാണ് നമ്മൾ പറയാ. ഓക്കെ, അതൊരു അസംഷൻ ആണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രധാനപ്പെട്ട പല നിയമങ്ങളും പഠിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി, കൺസ്യൂമർ സർപ്ലസ്, ഇങ്ങനെയുള്ള പല തിയറീസ് വരുന്നത് ഈ പറയുന്ന കാർഡിനൽ അപ്രോച്ചിലാണ്. ആൻഡ് ഈ പറയുന്ന എല്ലാ തിയറികളിലും നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? മനുഷ്യന്റെ ഈ പറയുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിനെ മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്, അല്ലെങ്കിൽ യൂട്ടിലിറ്റി മെഷറബിൾ ആണെന്നാണ്. പക്ഷെ പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ കാർഡിനൽ അപ്രോച്ചിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെ? യൂട്ടിലിറ്റി ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റാത്തതുകൊണ്ട്, നമുക്കൊരു ആപ്പിൾ നിന്നിട്ട് അതിന്റെ സാറ്റിസ്ഫാക്ഷനെ അളക്കാൻ പറ്റാത്തതുകൊണ്ട്, അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മറ്റൊരു മെത്തഡോളജി ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ ഓർഡിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ കോൺസെപ്റ്റ് ആണ്, അല്ലെ? ഇവിടെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇമ്മെഷറബിൾ ആണ്, അല്ലെ? ഇവിടെ നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻ തന്നെ ഇമ്മെഷറബിൾ. കാരണം എന്താ?
ഒരിക്കലും നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പറ്റത്തില്ല അല്ലെ. പക്ഷെ അതേസമയം ഞാൻ നിങ്ങളുടെ മുന്നിൽ 3 ഫ്രൂട്ട്സ് വെക്കാണ്. ആപ്പിൾ തരുന്നു, ഓറഞ്ച് തരുന്നു, മുന്തിരി തരുന്നു. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം? ഒരുപക്ഷെ ആപ്പിൾ ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെ. അതിനുശേഷം ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കും ഇഷ്ടം, അതിനുശേഷം മുന്തിരി ആയിരിക്കും ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങളുടെ ഇഷ്ടങ്ങളെ അളക്കാൻ പറ്റില്ലെങ്കിലും ഏതാണ് കൂടുതൽ ഇഷ്ടം, ഏതാണ് കുറവ് ഇഷ്ടം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം ഞാൻ ആർക്ക് കൊടുക്കുന്നു? ആപ്പിളിന് കൊടുക്കുന്നു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആപ്പിൾ ആണ്. പിന്നെയാണ് എനിക്ക് ഓറഞ്ച് ഇഷ്ടം, പിന്നെയാണ് എനിക്ക് മുന്തിരി ഇഷ്ടം അല്ലെ. അപ്പൊ കുറേയും കൂടി എന്താണ്, അതൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആണല്ലേ. അപ്പൊ ഇവിടെ യൂട്ടിലിറ്റി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെ. കാർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്ന ആളുടെ പേര് ആൽഫ്രഡ് മാർഷാൽ എന്നാണ്. ഓക്കെ, ആൽഫ്രഡ് മാർഷാൽ. അതുകൊണ്ട് തന്നെ കാർഡിനൽ അപ്രോച്ചിനെ നമ്മൾ മാർഷാലിയൻ അപ്രോച്ച് എന്നും പറയും. ഓർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്നത് ഹിഗ്സ് ആൻഡ് അല്ലൻ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ് ആണ്. ഒന്ന് ഹിഗ്സ്, പിന്നെ രണ്ടാമത്തെ ആളാരാണ്, അല്ലൻ. ഈ ഹിഗ്സും അല്ലനും ഓർഡിനൽ അപ്രോച്ച് കൊണ്ടുവന്നത് ഒരു പ്രധാനപ്പെട്ട ടൂളിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ടൂളാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന കൺസ്യൂമറുടെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഓർഡിനൽ അപ്രോച്ചിൽ നമ്മൾ എന്തും പറയും, ഇൻഡിഫറൻസ് കർവ് ടെക്നിക് എന്നോ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്നോ ഒക്കെ പറയും. ഓർഡിനൽ അപ്രോച്ചിലെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂട്ടിലിറ്റി നമുക്ക് അളക്കാൻ പറ്റില്ല. പക്ഷെ ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, ഏതാണ് എനിക്ക് കുറവ് ഇഷ്ടം എന്നെനിക്ക് എന്താണ് ഡിസൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു അസംഷന്റെ പുറത്ത് പോകുന്ന സംഗതിയാണ് എന്ത്, ഓർഡിനൽ അപ്രോച്ച്. അതിലെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. അതായത് നമ്മുടെ ലിമിറ്റേഷൻസ്, കാർഡിനൽ അപ്രോച്ചിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കൊണ്ടുവന്നത്. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അല്ലെ. ഇനി എന്താണ് ഒരു ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ എപ്പോഴും ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു ഗ്രാഫിക്കൽ അപ്രോച്ച് ആണ് അല്ലെ. ഗ്രാഫുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനൊരു എക്സ് ആക്സസും ഉണ്ടാവും, ഒരു വൈ ആക്സസും ഉണ്ടാവും അല്ലെ. അപ്പോൾ ഒരു എക്സ് ആക്സസും വൈ ആക്സസും ഉള്ള എന്താണ് ഗ്രാഫിക്കൽ അപ്രോച്ചിൽ. അപ്പൊ നമുക്ക് എന്താണ്, രണ്ട് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു എക്സും കൺസിഡർ ചെയ്യാൻ പറ്റും, ഒരു വൈയും കൺസിഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ പൊതുവെ നമ്മൾ 2 കമ്മോഡിറ്റീസ് ആണ് കൺസിഡർ ചെയ്യുക. ഈ 2 കമ്മോഡിറ്റീസിന് പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്താണ്, ഒന്നിന് പകരം മറ്റൊന്നും കൂടി നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് എക്കണോമിക്സിന്റെ ഭാഷയിൽ പറയുക. സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആപ്പിൾ ഓറഞ്ച് എടുത്തോ. ആപ്പിൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓറഞ്ച് കഴിക്കാം അല്ലെ. അല്ല, ആപ്പിളിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓറഞ്ചിന് കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു ആവശ്യത്തെ ഒരു ആപ്പിളിന് പകരം ഒരു ഓറഞ്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അങ്ങനെ 2 കമ്മോഡിറ്റീസ് ആണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒന്നിന് പകരം മറ്റൊന്ന്, ഈ പറയുന്ന കമ്മോഡിറ്റി ആയിട്ട് ഒന്നിന് പകരം മറ്റൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. ഇനി എന്താ ഈ പറയുന്ന ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് നോക്കാം. ഇതാണ് ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സ് എന്ന് പറയുന്നത് ഒരു ആപ്പിൾ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. വൈ എന്ന് പറയുന്നത് എന്താണ്, ഓറഞ്ച് ആണ്. ഓക്കെ, ഇനി എന്റെ മുന്നിൽ 6 കുട്ടകളാണുള്ളത്. എ എന്ന് പറയുന്ന ഒരു കൊട്ട, ബി എന്ന് പറയുന്ന ഒരു കൊട്ട, സി എന്ന് പറയുന്ന ഒരു കൊട്ട, അങ്ങനെ 6 കുട്ടകളുണ്ട്. ഓക്കെ, ഇനി ഒന്നാമത്തെ കൊട്ടയിൽ എത്ര ആപ്പിൾ ഉണ്ട്? ഒരു ആപ്പിളും 20 ഓറഞ്ചും ഇരിപ്പുണ്ട്. ഒരു കൊട്ടയ്ക്കകത്ത് ഒരു ആപ്പിളും 20 ഓറഞ്ചും ആണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കൊട്ടയ്ക്കകത്തോ, അതിന്റെ അകത്ത് 2 ആപ്പിൾ ഉണ്ട്, പക്ഷെ 15 ഓറഞ്ചേ ഉള്ളൂ. ഓറഞ്ചിന്റെ എണ്ണം 5 എണ്ണമായിട്ട് കുറഞ്ഞു അല്ലെ. മൂന്നാമത്തെ കൊട്ടയോ, 3 ആപ്പിളും ഉണ്ട്, 11 ഓറഞ്ചും ഉണ്ട് അല്ലെ. അപ്പോ ഓരോ കുട്ടകളിലും ആപ്പിളിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഓറഞ്ചിന്റെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഈ കുട്ടകളുടെ പ്രത്യേകത എന്താണ്? അത് ഈ പറയുന്ന വാക്കിലുണ്ട് അല്ലെ, ഇൻഡിഫറൻസ്. എന്താ ഇൻഡിഫറൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം എന്താ, എല്ലാം കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കൺസ്യൂമർ ഈ പറയുന്ന കൊട്ടകൾ എല്ലാം ഇൻഡിഫറന്റ് ആണ്. കാരണം എന്താ, ഏത് കൊട്ട എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു കൺസ്യൂമറിന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, ഏത് കൊട്ടയിലെ കോമ്പിനേഷൻ ഓഫ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് കഴിച്ചാലും അയാൾക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? എ എന്ന് പറയുന്ന കൊട്ട എടുത്തു, അതിന്റെ അകത്ത് ഒരു ആപ്പിളും 20 ഓറഞ്ചും കഴിച്ചപ്പോൾ അയാൾക്ക് കിട്ടാൻ പോകുന്ന അതേ സാറ്റിസ്ഫാക്ഷൻ ആണ് ബി എന്ന് പറയുന്ന കൊട്ടയിൽ എടുത്ത് കഴിച്ചാലും. കാരണം എന്താ, അതിന്റെ അകത്ത് ആപ്പിൾ ഒരെണ്ണം കൂടുതലുണ്ട്, പക്ഷെ ഓറഞ്ച് കുറച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു, എ എന്ന് പറയുന്ന കൊട്ടയിലെ അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ ബിയിലും കിട്ടുള്ളൂ. അതുപോലെ തന്നെ സിയിലും, അതുപോലെ തന്നെ ഡിയിലും, അതുപോലെ തന്നെ ഇയിലും. അപ്പൊ ഈ പറയുന്ന എല്ലാ കൊട്ടകളിലും ആകെപ്പാടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്ന എന്താണ്, ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും കോമ്പിനേഷൻ ആണ്. ചിലതിൽ ആപ്പിൾ കൂടുതലാണ്, ചിലതിൽ ആപ്പിൾ കുറവാണ്. ആപ്പിൾ കൂടുന്നതിനനുസരിച്ച് ഓറഞ്ചിന്റെ അളവ് കുറച്ച് വെച്ചേക്കുക. കാരണം എന്താ, നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, ആപ്പിളും ഓറഞ്ചും കൂടി ഒരുമിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിരിക്കണം. അപ്പോ ഏതെടുത്താലും എനിക്ക് ഒരുപോലെ സന്തോഷം കിട്ടുന്ന കുട്ടകൾ എന്റെ 6 കുട്ടകൾ മുന്നിൽ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് കുട്ട എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഒരുപോലെയാണ് അല്ലെ.
അങ്ങനെ ഏത് കോമ്പിനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരേപോലത്തെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ കോമ്പിനേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന കോമ്പിനേഷൻസ് നോക്കി, എ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, അതിന്റെ അകത്ത് എത്രയാ, ആപ്പിളും 20 ഓറഞ്ചും. രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, അതിന്റെ അകത്ത് എത്രയാ, 2 ആപ്പിളും 15 ഓറഞ്ചും. ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും അത് കൺസ്യൂമർ ഇൻഡിഫറന്റ് ആയിരിക്കും. ഏത് കൊട്ട എടുത്തു കഴിഞ്ഞാലും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ആ കൊട്ടയിൽ നിന്ന് മൊത്തം കഴിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെ ആയിരിക്കും. അങ്ങനെയുള്ള ടാബുലാർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പൊതുവെ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്, അല്ലെ? ഇൻഡിഫറൻസ് ഷെഡ്യൂളിന്റെ ഡെഫിനിഷൻ നോക്കി. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് എ ലിസ്റ്റ് ഓഫ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ്, അല്ലെ? ആപ്പിൾ ഓറഞ്ച് പോലെയുള്ള 2 ഗുഡ്സിന്റെ വേരിയസ് കോമ്പിനേഷൻസ് ആണ്, അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ കൺസ്യൂമർ ഈസ് ഇൻഡിഫറന്റ് ടു ദ കോമ്പിനേഷൻസ് പ്രിഫറിംഗ് നൺ ഓഫ് എനി അതർ, അല്ലെ? അതായത് ഒന്നിന് പകരം മറ്റൊരു കോമ്പിനേഷൻ ഇതാണ് സുപ്പീരിയർ എന്ന് പറയാൻ കൺസ്യൂമറിന് പറ്റത്തില്ല. കാരണം എന്താണ്, എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ 6 കൊട്ടകൾ മുന്നിലിരുന്നാൽ കൺസ്യൂമർ കൺഫ്യൂസ്ഡ് ആവും. ഏത് കൊട്ട എടുത്താലും എനിക്ക് കിട്ടുന്ന ഒരുപോലെയാണെങ്കിൽ ഇതിൽ ഞാൻ ഏതെടുക്കും, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സിനാറിയോയിൽ ഇതിൽ ഏത് കൊട്ട കൺസ്യൂമർ എടുക്കും എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് പഠിച്ചു. ഇനി ഈ ഇൻഡിഫറൻസ് ഷെഡ്യൂളിനെ തന്നെ നമ്മൾ ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ, ഈ എക്സിൽ നമ്മൾ 1, 2, 3, 4 ഒക്കെ മാർക്ക് ചെയ്യുന്നു, അതുപോലെ നമ്മൾ വൈയിൽ 20, 15 ഒക്കെ കൊടുക്കുന്നു, അല്ലെ? അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഗ്രാഫ് ആയിട്ട് വരയ്ക്കാന്ന് വിചാരിക്കുക. ഇവിടെ എക്സ്, അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഇത് എന്താണ്, വൈ എന്ന് പറയുന്നത്. വൈ എന്ന് പറയുന്നത് എന്താണ്, ഓറഞ്ച്, അല്ലെ? ഇപ്പൊ ഒരാപ്പിളും 20 ഓറഞ്ചും, അപ്പൊ ഏതാണ്ട് അത് ഇവിടെ ആയിട്ട് വരും, അല്ലെ? പിന്നെ 2 ആപ്പിള്, അല്ലെ? രണ്ടാമത്തെ ആപ്പിളിന് എത്ര വന്ന 15 വന്നല്ലേ? പിന്നെ അതുപോലെ 3 ആപ്പിളിന് എത്രയാ, 11 ഓറഞ്ച് വന്നല്ലേ? 4 ആപ്പിളിന് എത്രയായി, 8 ഓറഞ്ച് വന്നല്ലേ? ഇങ്ങനെ കുറഞ്ഞു വരും. അങ്ങനെ ഓരോ കോമ്പിനേഷൻസും കൂടി നമ്മൾ ചേർത്ത് ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് ഷെഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് എന്ത്, ഇൻഡിഫറൻസ് കർവ്. എന്തിനാ നമ്മൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നത്? ആദ്യം എന്താ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കസ് ഓഫ് ദ കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ്, അല്ലെ? ഇതിൽ എന്താ സംഭവിച്ച, എല്ലാ കോമ്പിനേഷൻസിലും ഒരു 2 ഗുഡ്സിന്റെ കോമ്പിനേഷൻസ് ആണുള്ളത്, അല്ലെ? അല്ലെങ്കിൽ 2 ഗുഡ്സ് കമ്മോഡിറ്റീസിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട് അവിടെ. ഒരാപ്പിള് 20 ഓറഞ്ച്, 2 ആപ്പിള് 15 ഓറഞ്ച്, 3 ആപ്പിള്, അങ്ങനെ പല കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് നമ്മൾ വരച്ചിട്ട് അതിന്റെ അകത്ത് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ പോയിന്റുകൾക്കും ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഈക്വൽ ആയിരിക്കും, അല്ലെ? ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ആപ്പിൾ ഓറഞ്ചിന്റെ നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കുന്നേ ഉള്ളൂ, അല്ലെ? പക്ഷെ ആ കർവിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് കിട്ടും. ഇത്ര എക്സ്, ഇത്ര വൈ, ഇത്ര ആപ്പിൾ, ഇത്ര ഓറഞ്ച്. പക്ഷെ ഒരു കോമ്പിനേഷനും മറ്റൊരു കോമ്പിനേഷനേക്കാൾ സുപ്പീരിയറും അല്ല ഇൻഫീരിയറും അല്ല. ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ആപ്പിളിന്റെയോ ഓറഞ്ചിന്റെയോ എണ്ണത്തിൽ വ്യത്യാസപ്പെടുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഏത് കൊട്ട എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ കൊട്ടകൾ എന്തായിരിക്കും, ഈക്വലി സാറ്റിസ്ഫാക്ടറി ആയിരിക്കും, അല്ലെ? നമുക്ക് ഒരേ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകത, അല്ലെ? അപ്പോൾ ഓൾ കോമ്പിനേഷൻസ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ് ആർ ഈക്വലി സാറ്റിസ്ഫാക്ടറി ടു ദ കൺസ്യൂമർ എന്നാണ് നമ്മൾ പറയാം, അല്ലെ? ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഏത് കോമ്പിനേഷൻ, ഇൻഡിഫറൻസ് കർവിലെ ഏത് കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാലും ആ കോമ്പിനേഷൻസ് എല്ലാം നമ്മുടെ കൺസ്യൂമറിന് ഒരേ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഒരു ഇൻഡിഫറൻസ് കർവ് വരച്ചു, അല്ലെ? ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് നമ്മൾ ഒരുമിച്ച് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ഓക്കെ, ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയും. ചിത്രം കാണിച്ചു തരാം. ഇതാണ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ആപ്പിൾ ആണ്. ഓക്കെ, ഇവിടെ ആപ്പിളിന്റെ ക്വാണ്ടിറ്റി ആണ്. ഒരാപ്പിള്, 2 ആപ്പിള്, 3 ആപ്പിള്, 4 ആപ്പിള്, 5 ആപ്പിൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആപ്പിളിന്റെ എണ്ണം കൂടി വരിക. ഒരാപ്പിൾ ആയിരുന്ന സമയത്ത് നോക്കിയേ, കൂടുതൽ ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു, അല്ലെ? ചിലപ്പോൾ ഇതൊരു 20 ആയിരുന്നിരിക്കും, അല്ലെ? 20 ഓറഞ്ചുകൾ ഉണ്ടായിരുന്നു. ഇനി അതേ സമയം ഞാൻ വേറൊരു കൊട്ട തയ്യാറാക്കുവാണ്, അതിൽ ഞാൻ ഒരാപ്പിളും കൂടി കൂട്ടി, അല്ലെ? 2 ആപ്പിളാക്കി. 2 ആപ്പിളായി കഴിഞ്ഞ സമയത്ത് ആ കോമ്പിനേഷൻ, ഈ ആദ്യത്തെ കൊട്ട എ ആണ്, രണ്ടാമത്തെ കൊട്ട ഈ പറയുന്ന ബി എന്ന് പറയുന്ന കൊട്ടയാണ്. ബിയിൽ എന്താണെന്ന് സംഭവിച്ചത്, അതേ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഓറഞ്ചിന്റെ എണ്ണം കുറയ്ക്കണം. കാരണം ആപ്പിൾ കൂടുന്ന സമയത്ത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ ഈ പറയുന്ന 2 കോമ്പിനേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ 15 ഓറഞ്ചും 2 ആപ്പിളും കൂടി കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെ കിട്ടും, അല്ലെ? അങ്ങനെ സി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടാവും, ഡി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടാവും, ഇ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ടാവും. ഇതിലെ ഏത് കൊട്ട എടുക്കണം, ഏത് കൊട്ട എടുത്താലും ഒരുപോലെ, അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താലും, ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താലും, സി എടുത്താലും, ഡി എടുത്താലും, ഇ എടുത്താലും ഒക്കെ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുക. ഇതാണ് ഒരു ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് കർവുകൾ, ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ I1, I2, I3 എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നില്ലേ, ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് ഒരേ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമുക്ക് പറയാൻ പറ്റുക, അതിനെ ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റുക. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. ഇനി ഇൻഡിഫറൻസ് മാപ്പിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം,
ഹയർ ഇൻഡിഫറൻസ് കർവിന് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ I1 ഒരു കോമ്പിനേഷൻ എടുത്തു, A എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു, I2 B എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു, I3 C എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എടുത്തു അല്ലെ. അപ്പൊ A എന്ന് പറയുന്നതിൽ ഇത്ര എക്സും ഉണ്ട്, ഇത്രയും Y ഉണ്ട് അല്ലെ. X1 ഉം Y1 ഉം ക്വാണ്ടിറ്റീസ് ഓഫ് ആപ്പിളും ഓറഞ്ചും ഉണ്ട് അല്ലെ. പക്ഷെ ഒരു കൺസ്യൂമറിന് B എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ആയിരിക്കും കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. കാരണം എന്താ? ഹയർ ഇൻഡിഫറൻസ് കർവിന് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നേരത്തെ കിട്ടിയതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതൊക്കെയോ കോമ്പിനേഷൻസ് ആണ് ബിയിലുള്ളത്, അതിനേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കോമ്പിനേഷൻ ആണ് സിയിലുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ഇൻഡിഫറൻസ് കർവ് നമ്മളൊരു കൺസ്യൂമറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസ്യൂമർ എപ്പോഴും ഏറ്റവും മേലത്തെ ഇൻഡിഫറൻസ് കർവേ കയറി പിടിക്കത്തുള്ളൂ. I3 ആയിരിക്കും ആദ്യം പ്രിഫർ ചെയ്യുക. I3 ഏത് കോമ്പിനേഷനും പുള്ളി ആദ്യം പ്രിഫർ ചെയ്യും. അതിനുശേഷം മാത്രമേ I2 കോമ്പിനേഷൻസ് പ്രിഫർ ചെയ്യുള്ളൂ. അതിനുശേഷം മാത്രമേ I1 കോമ്പിനേഷൻസ് പ്രിഫർ ചെയ്യുള്ളൂ. ഓക്കെ, I3 ഏത് കോമ്പിനേഷൻ എടുത്താലും കുഴപ്പമില്ല. കാരണം എന്താ? അതിന് എല്ലാ പോയിന്റും അല്ലെ. ഇപ്പൊ നോക്കിയേ, എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഐ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ എഫും ജി എച്ചും ഐയും എല്ലാം കൊടുക്കുന്ന ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ ആ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ആ കോമ്പിനേഷൻസിനേക്കാൾ ഒക്കെ കുറവ് സാറ്റിസ്ഫാക്ഷനെ ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ കൊടുക്കുള്ളൂ. അതിനേക്കാൾ കുറവ് സാറ്റിസ്ഫാക്ഷനെ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ കൊടുക്കുള്ളൂ അല്ലെ. അപ്പോ ഹയർ ഇൻഡിഫറൻസ് കർവ് നമുക്ക് എപ്പോഴും ഹയർ സാറ്റിസ്ഫാക്ഷൻ തരും എന്നുള്ള ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക ഇൻഡിഫറൻസ് കർവിലേക്ക് വരുന്ന സമയത്ത്. ഇനി എന്തൊക്കെയാ ഒരു ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കിയേ. ഒന്നാമത്തെ കാര്യം എന്താ? കോൺവെക്സ് ടു ഒറിജിൻ ആണ് അല്ലെ. ഒറിജിൻ എന്ന് പറയുന്നത് എന്താ? ഈ 0 പോയിന്റ് ആണ്. ഈ 0 പോയിന്റിലേക്ക് നോക്കിയേ, ഈ തള്ളി നിൽക്കുന്ന ഭാഗമല്ലേ, ഇതിനെ നമ്മൾ എന്താ പറയാ? കോൺവെക്സ് എന്നാ പറയാ അല്ലെ. ഈ കേർവ്ഡ് ഷേപ്പ് അല്ലേ, ഈ കുഴിവുള്ള ഭാഗത്തെ നമ്മൾ എന്ത് പറയുന്നത്? കോൺകേവ് എന്ന് പറയുന്നത്. ഈ തള്ളി നിൽക്കുന്ന ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺവെക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺവെക്സ് ടു ഒറിജിൻ ആണ് അല്ലെ. അപ്പൊ നോക്കി, ഇൻഡിഫറൻസ് കർവിന്റെ തള്ളി നിൽക്കുന്ന ഭാഗം ഒറിജിനിലേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കോൺവെക്സ് ടു ഒറിജിൻ എന്ന് പറയാം അല്ലെ. കോൺകേവ് അല്ല, അപ്പോ കോൺവെക്സ് ടു ഒറിജിൻ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ് അല്ലെ. നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. നോക്കിയാൽ മേലെ നിന്ന് താഴേക്ക് സ്ലോപ്പ് ചെയ്ത് വരില്ലേ ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് താഴേക്ക് സ്ലോപ്പ് ചെയ്താണ് ഈ പറയുന്ന കർവ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്. മൂന്നാമത്തെ എന്താണ്? നോൺ ഇന്റർസെക്റ്റിംഗ് ആണ് അല്ലെ. നോക്കിയാൽ നമ്മൾ നേരത്തെ ഈ പറയുന്ന ഇൻഡിഫറൻസ് മാപ്പ് പഠിച്ച സമയത്ത് എന്താ സംഭവിച്ചെന്ന് നോക്കി, ഒന്നിന് മേലെ മറ്റൊന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയല്ലേ ഇൻഡിഫറൻസ് കർവുകൾ കിടക്കുന്നത്. പക്ഷെ ഈ ഇൻഡിഫറൻസ് കർവുകൾ എന്ത് സംഭവിക്കുന്നില്ല? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യുന്നില്ല അല്ലെ. കാരണം എന്താ? ഒരിക്കലും ഇൻഡിഫറൻസ് കർവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാത്തതിന്റെ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കർവിന് ഹയർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അപ്പോൾ I3 സാറ്റിസ്ഫാക്ഷൻ ലെവൽ I2 സാറ്റിസ്ഫാക്ഷനിനേക്കാൾ കൂടുതലായിരിക്കും. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞ് ഈ പറയുന്ന പി എന്ന് പറയുന്ന പോയിന്റിൽ തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലെ. ചിലപ്പോൾ ഒരു 10 ആപ്പിളും 10 ഓറഞ്ചും നിൽക്കുന്ന സ്ഥലമായിരിക്കും അത്. 10 ആപ്പിളിനും 10 ഓറഞ്ചിനും 2 തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? ഹയർ ഇൻഡിഫറൻസ് കർവിന് ഹയർ സാറ്റിസ്ഫാക്ഷനും ലോവർ ഇൻഡിഫറൻസ് കർവിന് ലോവർ സാറ്റിസ്ഫാക്ഷനും ആണ് അല്ലെ. അപ്പൊ കൂട്ടിമുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു പർട്ടിക്കുലർ കോമ്പിനേഷന് 2 തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിഫറൻസ് കർവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാറില്ല. പിന്നെ അതുപോലെ എന്താ? ഒരു ഇൻഡിഫറൻസ് കർവും എക്സ് ആക്സസും വൈ ആക്സസും ടച്ച് ചെയ്യാറുമില്ല. എക്സിലും വൈയിലും ഈ പറയുന്ന സാധനം ടച്ച് ചെയ്യുന്നില്ല അല്ലെ. എക്സിലേക്കും വൈയിലേക്ക് അടുത്തടുത്ത് പോകുന്നല്ലേ കാണുന്നുള്ളൂ. ഇല്ല, വൈയുടെ അടുത്തേക്ക് പോകുന്നല്ലേ കാണുന്നുള്ളൂ. എക്സിന്റെ അടുത്തേക്ക് പോകുന്നല്ലേ കാണുന്നുള്ളൂ. എക്സിലും വൈയിലും ടച്ച് ചെയ്യില്ല, പരസ്പരം ഇത് ടച്ച് ചെയ്യില്ല. നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ടു ഒറിജിൻ ആണ്. മേലേക്ക് ഇൻഡിഫറൻസ് കർവുകൾ കയറി പോകുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇൻഡിഫറൻസ് കർവ് മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ കൺസ്യൂമർ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എത്രയ്ക്കോ കോമ്പിനേഷൻസ് ഉണ്ടല്ലേ, എ എന്ന് പറയുന്ന കോമ്പിനേഷൻ, ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ, അങ്ങനെ ഈ ഒരു ഇൻഡിഫറൻസ് കർവിൽ ഉടനീളമുള്ള എല്ലാ കോമ്പിനേഷൻസും ഒരുപോലെ ഇരിക്കുന്ന സമയത്ത് ഒരു കൺസ്യൂമർ ഏത് കൊട്ട ചൂസ് ചെയ്യും? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിന്റെ എന്താണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഏത് കൊട്ട ഈ പറയുന്ന കൺസ്യൂമർ അതിന്റെ അകത്ത് ചൂസ് ചെയ്യും എന്നുള്ളത്. ഇൻഡിഫറൻസ് കർവിൽ ഉടനീളമുള്ള എല്ലാ കോമ്പിനേഷൻസിലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മാത്രമാണ് കൺസ്യൂമർ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ നമ്മൾ. കാരണം എന്താ? ഈ സാധനം നമ്മൾ മേടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പോക്കറ്റും കൂടി നോക്കും അല്ലെ. എത്ര രൂപയാകും ഇതിൽ നിന്ന് അല്ലെ. ആപ്പിളിന് കൂടുതൽ വിലയും ഓറഞ്ചിന് കുറവ് വിലയാണെന്നുണ്ടെങ്കിലോ, ഓറഞ്ച് കൂടുതലുള്ള കൊട്ടകളായിരിക്കില്ലേ ചൂസ് ചെയ്യുക. ഏത് കൊട്ട ചൂസ് ചെയ്താലും ഒരേ സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ നമ്മൾ വിലയും കൂടി നോക്കണം അല്ലെ. ഓറഞ്ചിന് വില കുറവ്, ആപ്പിളിന് വില കൂടുതൽ, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഓറഞ്ച് ഉള്ള കുട്ടകളായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അല്ലെ. അതേസമയം ആപ്പിളിനാണ് വില കുറവ്, ഓറഞ്ചിന് വില കൂടുതലാണെങ്കിൽ കൂടുതൽ ആപ്പിൾ ഉള്ള കൊട്ട നമ്മൾ ചൂസ് ചെയ്യും അല്ലെ. എല്ലാത്തിനും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ തരുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ പോക്കറ്റും കൂടി നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇതിൽ ഏത് കൊട്ട എടുക്കണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കത്തുള്ളൂ. അവിടെയാണ് ഇൻഡിഫറൻസ് കർവിന്റെ കൂടെ തന്നെ മറ്റൊരു ഗ്രാഫിക്കൽ അപ്രോച്ച് വരുന്നത്. എന്ത്? ബജറ്റ് ലൈൻ എന്ന് പറയും. എന്താ ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബജറ്റ് ലൈൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ് ആണ് പറയുന്നത്. എക്സിന്റെ അകത്ത്
നമ്മൾ എന്താ പറഞ്ഞത്? ആപ്പിൾ ആണ് പറഞ്ഞത് അല്ലെ. വൈന്റെ അകത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഓറഞ്ച് ആണ് പറഞ്ഞത് അല്ലെ. അങ്ങനെ നമ്മുടെ അടുത്ത് ഇപ്പൊ ഒരു 500 രൂപ ഉണ്ടെന്ന് വിചാരിക്കൂ. ഈ 500 രൂപയ്ക്ക് എനിക്ക് എത്ര ആപ്പിൾ എത്ര ഓറഞ്ച് വെച്ച് മേടിക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വേണമെങ്കിൽ ഈ ആപ്പിൾ 500 രൂപയ്ക്ക് മുഴുവൻ ആപ്പിൾ മാത്രം മേടിക്കാൻ പറ്റും അല്ലെ. എനിക്ക് വേണമെങ്കിൽ 500 രൂപയ്ക്ക് ആപ്പിൾ മുഴുവൻ മേടിക്കാം. അപ്പൊ എത്രയാ? ഓറഞ്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0 ഓറഞ്ചും 500 രൂപയ്ക്ക് ആപ്പിൾ ഞാൻ മേടിച്ചു അല്ലെ. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ? 500 രൂപയ്ക്ക് മുഴുവൻ നമ്മൾ മേടിച്ച ആപ്പിളിന്റെ ക്വാണ്ടിറ്റിയാണ് എക്സ് ആക്സിസിൽ കൊടുത്തേക്കുന്നത് അല്ലെ. ഇനി അതേസമയം എനിക്ക് അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം? 500 രൂപയ്ക്ക് ഞാൻ ഓറഞ്ച് മേടിക്കാം, ആപ്പിൾ മേടിക്കാതിരിക്കാം. അപ്പൊ ആപ്പിളിന്റെ വാല്യൂ 0 ആയി, ഓറഞ്ചിന്റെ വാല്യൂ മാക്സിമം ആയി അല്ലെ. അതാണ് ഈ പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്നത് അല്ലെ. 500 രൂപയും ഞാൻ ഓറഞ്ചിന് കൊടുത്തു, ആപ്പിളിന് ഞാൻ 1 രൂപ പോലും കൊടുത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 100 രൂപയ്ക്ക് ഓറഞ്ച് മേടിക്കാം, 400 രൂപയ്ക്ക് ആപ്പിൾ മേടിക്കാം. അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ഓറഞ്ച് മേടിക്കാം, 300 രൂപയ്ക്ക് ആപ്പിൾ മേടിക്കാം അല്ലെ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് 250 രൂപ ഈക്വൽ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ രൂപ കൂട്ടിയും കുറച്ചും ഈ 500 രൂപേനെ എനിക്ക് ആപ്പിൾ ഓറഞ്ച് മേടിക്കാൻ വേണ്ടി പല 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 കോമ്പിനേഷൻസിൽ കൊടുക്കാൻ പറ്റും അല്ലെ. 500 രൂപയിൽ എത്ര ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ആപ്പിളിന് കൊടുക്കുന്നു, എത്ര ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് ഓറഞ്ചിന് കൊടുക്കുന്നു എന്നനുസരിച്ച് ആപ്പിളിന്റെയും ഓറഞ്ചിന്റെയും ക്വാണ്ടിറ്റി വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെയുള്ള വേരിയസ് പോസിബിൾ കോമ്പിനേഷൻസിനെ നമ്മൾ വരച്ചാൽ കിട്ടുന്ന കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോ ബജറ്റ് ലൈനിലുടനീളം എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റുകളുടെ ഒക്കെ പ്രത്യേകത എന്തായിരിക്കും? ഈ പോയിന്റുകളൊക്കെ തരുന്ന എന്താണ്? ഓരോ കോമ്പിനേഷൻ ഓഫ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആണ് അല്ലെ. ഇപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ആപ്പിൾ ഉണ്ട്, വൈ എന്ന് പറയുന്ന ഒരു ഓറഞ്ച് ഉണ്ട് അല്ലെ. ഇനി വേറൊരു കോമ്പിനേഷൻ ബി എന്ന് പറയുന്ന കോമ്പിനേഷനിൽ എത്രയാ? എക്സ് ഡാഷ് എന്ന് പറയുന്ന ആപ്പിൾ ഉണ്ട്, വൈ ഡാഷ് എന്ന് പറയുന്ന ഓറഞ്ച് ഉണ്ട്. എക്സിന്റെ അതായത് ആപ്പിൾ ഒരെണ്ണം ഞാൻ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വൈ നമ്മുടെ ഓറഞ്ച് കുറഞ്ഞു വരികയാണ് അല്ലെ. ഞാൻ വീണ്ടും ആപ്പിൾ കൂട്ടിക്കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു? വൈ വീണ്ടും കുറഞ്ഞു, അതായത് ഓറഞ്ച് വീണ്ടും കുറഞ്ഞു അല്ലെ. അപ്പൊ എല്ലാ കുട്ടകളിലും ഇവിടെ നമ്മൾ വേറെ ഒരു സെറ്റ് ഓഫ് കുട്ടയാണ് പറയുന്നത്. എ ബി സി ഡി ഇ എന്ന് പറയുന്ന 5 കുട്ടകൾ. ഈ 5 കുട്ടകളിലും ഓരോ ആപ്പിൾ കൂടി വരുമ്പോൾ ഓറഞ്ച് കുറഞ്ഞു വരുന്നു. പക്ഷെ ഇതിലെ എല്ലാ കൊട്ടകളുടെയും പ്രത്യേകത എന്താണ്? ഏത് കൊട്ട എടുത്താലും 500 രൂപയായിരിക്കും അതിന്റെ വില അല്ലെ. നേരത്തെ നമ്മൾ സാറ്റിസ്ഫാക്ഷനാണ് പറഞ്ഞത്, അതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞത്. ഇവിടെ എന്താ? ഏത് കൊട്ട എടുത്താലും 500 രൂപയായിരിക്കണം അതിന്റെ വില. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഷോസ് ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് ഗുഡ് ദാറ്റ് കുഡ് ബി പർച്ചേസ്ഡ് വിത്ത് എ ഗിവൺ എമൗണ്ട് ഓഫ് ഇൻകം അല്ലെ. 500 രൂപ എന്ന് പറയുന്ന ഒരു ഗിവൺ എമൗണ്ടിൽ നിന്നാണ് ഈ പറയുന്ന ബജറ്റ് ലൈന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ ബജറ്റ് ലൈനിലുടനീളം ഇഷ്ടംപോലെ കോമ്പിനേഷൻസ് ഓഫ് ആപ്പിളും ഓറഞ്ചും ഉണ്ടാവും. ഏത് കോമ്പിനേഷൻ എടുത്താലും, അതായത് ഏത് കുട്ട എടുത്താലും അതിന്റെ വില 500 രൂപയായിരിക്കും അല്ലെ. ഈ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഷിഫ്റ്റ് ചെയ്തേക്കാം. ഈ 500 രൂപ എന്നുള്ളത് നമ്മുടെ 750 രൂപയെന്ന് വിചാരിക്കൂ. അതായത് നമ്മുടെ ബജറ്റ് കൂടി, സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ആപ്പിളും കൂടുതൽ ഓറഞ്ചും മേടിക്കാൻ പറ്റിയേക്കും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഈ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തേക്കും. കാരണം എന്താ? കൂടുതൽ ആപ്പിളും കൂടുതൽ ഓറഞ്ചും നമുക്ക് മേടിക്കാൻ പറ്റും. ഇനി അതേസമയം നിങ്ങളുടെ എന്താണ് 500 രൂപയിൽ നിന്ന് പെട്ടെന്ന് അമ്മ പറയണ 500 മേടിക്കേണ്ടത് 250 മേടിച്ചാൽ മതി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലോ നമ്മുടെ ബജറ്റ് ലൈൻ പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഇങ്ങനെ. കാരണം എന്താ? എക്സിന്റെയും വൈന്റെയും അളവ് കുറയുകയാണ്. ആപ്പിൾ ഓറഞ്ചും എനിക്ക് നേരത്തെ മേടിച്ചത്ര മേടിക്കാൻ പറ്റത്തില്ല അല്ലെ. അപ്പോൾ ഈ പറയുന്ന ബജറ്റ് ലൈനിന്റെ ഷിഫ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇൻകം ആണ്. അതുപോലെ തന്നെ മറ്റൊരു സാധനം കൂടി എന്ത് ഈ ബജറ്റ് ലൈനെ ഷിഫ്റ്റ് ചെയ്യിക്കും. എങ്ങനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്? നമ്മുടെ ഓറഞ്ചിന്റെ ആപ്പിളിന്റെയും പ്രൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആപ്പിളിന്റെ പ്രൈസ് കൂടിയെന്ന് വിചാരിക്കൂ, ആപ്പിളിന്റെ വില കൂടിയെന്ന് വിചാരിക്കൂ. അപ്പൊ എനിക്ക് നേരത്തെ മേടിച്ചത്ര ആപ്പിൾ മേടിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഓറഞ്ച് നേരത്തെ അത്രയും മേടിച്ചത്രയും ഞാൻ കൊടുത്തു, പെട്ടെന്ന് ആപ്പിളിന്റെ വില കൂടി, അപ്പൊ എനിക്ക് കുറവ് ആപ്പിളുകളെ മേടിക്കാൻ പറ്റുള്ളൂ. നേരത്തെ എനിക്കിതേ ഈ പറയുന്ന ഇത്രയും ആപ്പിളുകൾ മേടിക്കായിരുന്നു, പക്ഷെ എനിക്ക് അത്രയും മേടിക്കാൻ പറ്റില്ല, ഇപ്പൊ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ബജറ്റ് ലൈൻ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? പ്രൈസ് ഓഫ് ആപ്പിൾ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ബജറ്റ് ലൈൻ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി അതേസമയം പ്രൈസ് ഓഫ് ഓറഞ്ച് കൂടുവാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും മേടിക്കാൻ പറ്റുമായിരുന്നല്ലേ, പി അത്രയും മേടിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? അത്രയും മേടിക്കാൻ പറ്റില്ല, കുറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും? ബജറ്റ് ലൈൻ വീണ്ടും ഇങ്ങനെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പോ ബജറ്റ് ലൈനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മുടെ മണി ഇൻകം ആണ് അല്ലെ. ഒന്ന് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനങ്ങളുടെ വിലയാണ് അല്ലെ. അപ്പൊ പ്രൈസ് മാറുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം മാറുന്ന സമയത്ത് ബജറ്റ് ലൈനിന് പുറത്തേക്കോ അകത്തേക്കോ ഷിഫ്റ്റ് സംഭവിക്കും. നമ്മൾ 2 കർവുകളാണ് പഠിച്ചത്. ഏതൊക്കെയാ? ഒന്ന് ഇൻഡിഫറൻസ് കർവ് പഠിച്ചു, 2 ബജറ്റ് ലൈൻ പഠിച്ചു. ഈ രണ്ടായിട്ടാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി ഇത് നമ്മൾ രണ്ടും കൂടി യോജിപ്പിക്കാൻ പോവാ. അങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ?
ഒരു കൺസ്യൂമർ കടയിൽ പോയിട്ട് ഏത് കൊട്ട എടുക്കും എന്നുള്ള കാര്യം പറയാൻ പറ്റുള്ളൂ അല്ലെ. ഇനി നമ്മൾ അതിന് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നാ പറയാ അല്ലെ. ഇവിടെ പല 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 ഇൻഡിഫറൻസ് കർവുകൾ ഉണ്ട് അല്ലെ. I1 ഉണ്ട്, I2 ഉണ്ട്, I3 ഉണ്ട്. ഇനി ഞാൻ ഒരുപാട് പോയിന്റുകൾ നിങ്ങൾക്ക് തരാൻ പോവാ. അതായത് എല്ലാ പോയിന്റുകളും എന്താ, ഓരോ കുട്ടകളാണ് കേട്ടോ, ഓരോ കോമ്പിനേഷൻസ് ഓഫ് കുട്ടകളാണ് അല്ലെ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ആണ് അല്ലെ. എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഡി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പ്രകാരം നമ്മൾ ഏത് കോമ്പിനേഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക? എല്ലാ കോമ്പിനേഷൻസിനേക്കാളും ഏറ്റവും ഉയരത്തിൽ കിടക്കുന്ന കോമ്പിനേഷൻ അല്ലെ, എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ പൊതുവെ ചൂസ് ചെയ്യുക. കാരണം എന്താ, ഏറ്റവും മേലെ കിടക്കുന്ന ഇൻഡിഫറൻസ് കർവ് ഏതാ? I3 ആണ്. I3 വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് I2 വരുന്ന ബി സി ഡിയേക്കാളും I1 വരുന്ന ഇയേക്കാളും ഒക്കെ മെച്ചപ്പെട്ട കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കോമ്പിനേഷൻ. പക്ഷെ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ചൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലെ. കാരണം എന്താ, നമ്മുടെ ബജറ്റ് ലൈൻ കിടക്കുന്നത് നോക്കിയേ. ബജറ്റ് ലൈൻ ഇതല്ലേ, നമ്മുടെ BL എന്ന് പറയുന്നതാണ് നമ്മുടെ ബജറ്റ് ലൈൻ എന്ന് വിചാരിക്കൂ. ബജറ്റ് ലൈനിന്റെ പുറത്താണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന കോമ്പിനേഷൻ കിടക്കുന്നത് അല്ലെ. അതിനർത്ഥം എന്താ, 500 രൂപയാണ് എന്റെ ബജറ്റ്. പക്ഷെ ആ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ചിലപ്പോൾ ഒരു 750 രൂപയുടെ ആയിരിക്കും. പോക്കറ്റിൽ 500 രൂപ കിടക്കുമ്പോൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 750 രൂപയുടെ കൊട്ട എനിക്ക് പോയി എടുക്കാൻ പറ്റുമോ? ഇല്ല, എനിക്ക് 500 രൂപ എന്റെ കയ്യിലുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എ എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റത്തില്ല. ഇനി ഇ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ നോക്കിയേ. ഇ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എന്താ, ബജറ്റ് ലൈനിന്റെ അകത്താ അല്ലെ. പക്ഷെ എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് എടുക്കാത്തത്? അത് ലോവർ ഇൻഡിഫറൻസ് കർവിലാണ് അല്ലെ. മറിച്ച് I2 എന്ന് പറയുന്ന ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ് അവിടെ ഓൾറെഡി ഉണ്ട്. എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ബിയും സിയും ഡി അവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഇ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇ എന്ന് പറയുന്ന കോമ്പിനേഷന്റെ പോക്കറ്റിൽ ഒതുങ്ങും. പക്ഷെ എന്നാലും എനിക്ക് അതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറെ കോമ്പിനേഷൻസ് ഓഫ് കൊട്ടകൾ അവിടെ ഇരിപ്പുണ്ട്. ആപ്പിളിന്റെ ഓറഞ്ചിന്റെ വേറെ ഹയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന കുട്ടകൾ അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇ എന്ന് പറയുന്നത് ഞാൻ എടുക്കത്തില്ല. ഇയുടെ മറ്റൊരു പ്രത്യേകത എന്താ, 500 രൂപ എന്റെ പോക്കറ്റിലുണ്ട്. പക്ഷെ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എനിക്ക് 250 രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. എന്റെ പോക്കറ്റിൽ ഒരു 250 രൂപ വീണ്ടും കിടക്കും. കാരണം എന്തുകൊണ്ടാ, ഇ എന്ന് പറയുന്ന കോമ്പിനേഷനിൽ ഒരിക്കലും എന്റെ ബജറ്റ് മുഴുവനായിട്ട് ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതേസമയം ഇവിടെ എഫ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. എഫിന്റെയും ജിന്റെയും പ്രത്യേകത എന്താ, അത് ബജറ്റ് ലൈനിലാണല്ലേ വരുന്നത്. അപ്പൊ എഫും ജിയും ആണെന്നുണ്ടെങ്കിൽ ഞാൻ 500 രൂപയ്ക്ക് ആപ്പിൾ ഓറഞ്ച് മേടിക്കുന്നുണ്ട്. പക്ഷെ എഫും ജിയും ഞാൻ എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല? I2 എന്ന് പറയുന്ന ഒരു ഹയർ ഇൻഡിഫറൻസ് കർവ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എഫും പ്രിഫർ ചെയ്യത്തില്ല, ജിയും പ്രിഫർ ചെയ്യത്തില്ല. ഇനിയുള്ളത് ഏതാ, നമ്മുടെ I2 എന്ന് പറയുന്ന ഇൻഡിഫറൻസ് കർവ് ആണല്ലേ. I2 3 കോമ്പിനേഷൻസ് ഉള്ള ബിയും സിയും ഡിയും 3 കൊട്ടകൾ അങ്ങനെ അവസാനം നമുക്ക് ശേഷിച്ചു. എ ഒഴിവാക്കി, എഫ് ഒഴിവാക്കി, ഇ ഒഴിവാക്കി, ജി ഒഴിവാക്കി. ഇനി ബിയും സിയും ഡിയും 3 കൊട്ടകൾ നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. 3 കോമ്പിനേഷൻസ് ഓഫ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. ഏത് കൊട്ട നമ്മൾ ചൂസ് ചെയ്യും? ബി എടുത്താലും സി എടുത്താലും ഡി എടുത്താലും എനിക്ക് കിട്ടുന്ന ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒരുപോലെ അല്ലെ. പക്ഷെ ബി എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റ് ലൈന് പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ ബജറ്റിന് പുറത്ത് നിൽക്കുന്ന കൊട്ടയാണ്. അപ്പൊ അത് മേടിക്കാൻ പറ്റത്തില്ല. ഡി എന്ന് പറയുന്നത് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. സി എന്ന് പറയുന്ന കൊട്ട എന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ബജറ്റിൽ നിൽക്കുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ കൺസ്യൂമർ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ സി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് എക്സ് ആൻഡ് വൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആപ്പിളും ഇത്രയും ഓറഞ്ചും ആയിരിക്കും ആര് മേടിക്കുക? കൺസ്യൂമർ മേടിക്കുക. കാരണം എന്താ, സാറ്റിസ്ഫാക്ഷനും മാക്സിമൈസ്ഡ് ആയി. അതുപോലെ എന്ത് സംഭവിച്ചു, പുള്ളിക്കാരന്റെ പൈസ പോക്കറ്റിൽ കൊണ്ടുപോയ പൈസയ്ക്ക് അനുസരിച്ചുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പോയിന്റിലെ ആപ്പിളും ഓറഞ്ചും ഉള്ള ആ ഒരു കൊട്ടയായിരിക്കും ആരെടുത്തിട്ട് വരിക? നമ്മുടെ കൺസ്യൂമർ എടുത്തിട്ട് വരിക. അപ്പൊ നമ്മുടെ ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും വെച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രയും കുട്ടകൾ നമ്മുടെ മുന്നിലിരിക്കായിരുന്നു അല്ലെ. എ കോമ്പിനേഷൻ, ബി, സി, ഡി, അങ്ങനെ എത്രയോ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഒരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ ലെവലിലായിരുന്നു. അവിടെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് പഠിച്ചത്. വേറൊരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത് എന്തായിരുന്നു? നമ്മുടെ ബജറ്റ് നോക്കിയിട്ടായിരുന്നു. പക്ഷെ ഈ 2 സംഗതികളും കൂടി നമ്മൾ ഒരുമിച്ച് നോക്കി നമ്മുടെ പോക്കറ്റില് പൈസ കൃത്യമായി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ പോയിന്റിലേക്ക് ഏത് കൊട്ട എടുക്കണമെന്ന് കൺസ്യൂമർ ചിന്തിച്ചെത്തിയ ആ കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ സി എന്ന് പറയുന്ന പോയിന്റിലെ പ്രത്യേകത എന്താന്ന് നോക്കിയേ. സി എന്ന് പറയുന്ന പോയിന്റിൽ സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈനും സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവും ഒരുപോലെ ആയിരിക്കും അല്ലെ. അതായത് ആ പോയിന്റിലെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ബജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് നമ്മൾ പൊതുവെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയാം. ഓക്കെ, സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈനും സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് പോയിന്റ് സി. അപ്പൊ എപ്പോഴും ഇൻഡിഫറൻസ് കർവിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാന്ന് പറയണം? ബജറ്റ് ലൈന് നമ്മുടെ
ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പായി വരുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ബജറ്റ് ലൈന് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആയിട്ട് വരുന്ന പോയിന്റ്. ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കർവിലൂടെ പെർപെൻഡിക്കുലറായി പാസ് ചെയ്ത് പോകുന്ന ലൈനിനെയാണ് നമ്മൾ പൊതുവെ ടാൻജന്റ് എന്ന് പറയും അല്ലേ. അപ്പൊ നോക്കിയാൽ ഇവിടെ നോക്കി നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആയിട്ട് നമ്മുടെ ബജറ്റ് ലൈൻ തട്ടിപ്പോകുന്ന ആ പോയിന്റിനെയല്ലേ നമ്മൾ എടുത്തിരുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആയിട്ട്. അപ്പൊ എപ്പോഴും രണ്ട് തരത്തിൽ പറയാം, ഒന്നെങ്കിൽ ഏതോ ഒരു കോമ്പിനേഷൻ, ആ കോമ്പിനേഷനിൽ നമ്മുടെ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പും ഈക്വൽ ആവുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് ടാൻജന്റ് ആയിട്ട് ബജറ്റ് ലൈൻ പോകുന്ന കോമ്പിനേഷൻ ഏതാണോ ആ കോമ്പിനേഷനാണ് നമുക്ക് എന്താ ഇതെന്ന് പറയാം, നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതിന്റെ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതാം Δy/Δx = Px/Py എന്നായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Δy/Δx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ, സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവിനെയാണ് നമ്മൾ Δy/Δx എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഓറഞ്ച് കൂട്ടാൻ വേണ്ടി എത്ര ആപ്പിൾ ഞാൻ കുറയ്ക്കണം എന്നുള്ളതിനാണ് Δy/Δx എന്ന് പറയുന്നത്. Px/Py എന്ന് പറയുന്നത് എന്താ, എക്സിന്റെ പ്രൈസും വൈന്റെ പ്രൈസും. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്നത്. ഇൻഡിഫറൻസ് കർവിന്റെയും ബജറ്റ് ലൈനിന്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിച്ചതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും കൂടി നമ്മൾ ചെയ്യാൻ പോകണം. ഒന്നാമത്തെ ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ടെക്നിക് ഫോർ സ്റ്റഡിയിങ് കൺസ്യൂമർ ബിഹേവിയർ ഇസ് ബേസ്ഡ് ഓൺ. ഏത് അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് ടെക്നിക് യൂസ് ചെയ്ത് കൺസ്യൂമറിന്റെ സ്വഭാവം പഠിക്കുന്നത്? കാർഡിനാലിറ്റി അപ്രോച്ച് ആണോ? അല്ല അല്ലെ, കാർഡിനാലിറ്റി അപ്രോച്ച് കൊണ്ടുവന്നത് മാർഷാൽ ആയിരുന്നു. അതിന്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഡിഫറൻസ് കർവ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റിയും കൺസ്യൂമർ സർപ്ലസും ഒക്കെ വന്നുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ കാർഡിനൽ അപ്രോച്ച് അല്ല അല്ലെ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അപ്രോച്ച് അതും ആയിരുന്നില്ല. ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ അപ്രോച്ച് അതും ആയിരുന്നില്ല. ഏത് അപ്രോച്ച് ആയിരുന്നു? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ആയിരുന്നു അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഉറപ്പായിട്ട് ഈ പറയുന്ന ആൻസർ ഇതിന്റെ അകത്തില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ആൻസർ? നൺ ഓഫ് ദ എബോവ് ആണ് അല്ലെ. ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഇതിന്റെ അകത്തില്ല. ആൻസർ നൺ ഓഫ് ദ എബോവ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇൻക്ലൂഡ്. ഏതൊക്കെയാണ് ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്? ആർ സർക്കുലർ ഇൻ ഷേപ്പ്. ഇൻഡിഫറൻസ് കർവ് സർക്കുലർ ഇൻ ഷേപ്പ് ആണോ? അല്ല. കോൺവെക്സ് ഇൻ ഷേപ്പ് ആയിരുന്നു, ഇതല്ല അല്ലെ. ആർ കോൺകേവ് ഇൻ ഷേപ്പ്, അതും തെറ്റാണ് അല്ലെ. അപ്പൊ കോൺകേവ് ഇൻ ഷേപ്പും അല്ല, കോൺവെക്സ് ഇൻ ഷേപ്പ് അല്ലെങ്കിൽ കോൺവെക്സ് ടു ഒറിജിൻ ആണ്. അപ്പൊ ഇതും തെറ്റാണ് അല്ലെ. ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. ഒരു ഇൻഡിഫറൻസ് കർവുകളും കൂട്ടിമുട്ടത്തില്ല, അത് ശരി ഉത്തരാണ് അല്ലെ. ഇനി ഓൾവേസ് ടച്ചസ് ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ്. നമ്മൾ എന്താ പഠിച്ചത്? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ടച്ച് ചെയ്യത്തേ ഇല്ല. അപ്പൊ ഇതും തെറ്റുത്തരാണ് അല്ലെ. അപ്പൊ ഏതാണ് പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്? ഇൻഡിഫറൻസ് കർവ് ഡസ് നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് രണ്ടാമത്തെ ചോദ്യത്തിന് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്താ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇൻഡിഫറൻസ് കർവ് ഈസ് ട്രൂ. ഇൻഡിഫറൻസ് കർവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ്. ഒന്നാമത്തെ നോക്കിയേ, ഇൻഡിഫറൻസ് കർവ്സ് റെപ്രസെന്റ് ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻകം ഓഫ് എ കൺസ്യൂമർ ക്യാൻ അച്ചീവ്. ആണോ? ഇൻഡിഫറൻസ് കർവ് ആയിരുന്നോ നമ്മുടെ കൺസ്യൂമറിന്റെ ഇൻകം ലെവൽസിനെ കാണിച്ചുകൊണ്ടിരുന്നത്? അല്ല, ബജറ്റ് ലൈൻ ആയിരുന്നു അല്ലെ. ഹയർ ബജറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഹയർ ഇൻകം ആയിരിക്കും. അപ്പോൾ ഇൻഡിഫറൻസ് കർവിനെ നമുക്ക് ഒരിക്കലും ഇൻകം ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന ആൻസർ അല്ല. രണ്ടാമത്തെ എന്താ, ഇൻഡിഫറൻസ് കർവ് ഇല്യൂസ്ട്രേറ്റ് ദ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ടു ഗുഡ്സ് ദാറ്റ് പ്രൊവൈഡ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഒന്നിന് പകരം മറ്റൊന്ന് ട്രേഡ് ഓഫ് ചെയ്യപ്പെടുന്ന പല കോമ്പിനേഷൻസ് ആണ് നമ്മൾ കണ്ടത് അല്ലെ. ഒരു ആപ്പിൾ കൂടിയപ്പോൾ 5 ഓറഞ്ച് അവിടെ കുറഞ്ഞു അല്ലെ. ആപ്പിളിന് പകരം അവിടെ ഓറഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതൊരു ട്രേഡ് ഓഫ് ആണ്. ആൻഡ് ഏത് കോമ്പിനേഷൻ എടുത്താലും സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. മൂന്നാമത്തെ നോക്കിയേ, ഇൻഡിഫറൻസ് കർവ്സ് ഓൾവേസ് സ്ലോപ്പ് അപ്വാർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അപ്വാർഡ്സ് ആണോ? അപ്വാർഡ്സ് അല്ല, ഡൗൺവാർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലെ. അപ്പോൾ സി എന്ന് പറയുന്നതും തെറ്റാണ്. നാലാമത്തെ എന്താ, ഇൻഡിഫറൻസ് കർവ്സ് ഡെപിക്ട് ദ ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻ ഫ്രം കൺസ്യൂമിങ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്. നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഗെയിൻഡ് ആണെന്ന് കാര്യം കൃത്യമായി എത്രയാണെന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല അല്ലെ. അപ്പൊ കൂടുതൽ ഇവിടെ ശരി ഉത്തരമായിട്ടുള്ളത് ഏതാണ്? ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്ന രണ്ട് ഗുഡ്സിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് ഇൻഡിഫറൻസ് കർവ് ഇല്യൂസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ബി ആൻസറിനെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുക. ഇനി അടുത്ത ചോദ്യം എന്താ? നാലാമത്തെ ചോദ്യം, വെൻ ആൻ ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ ഇറ്റ് ഇംപ്ലൈസ്. അതായത് ഒരു ഇൻഡിഫറൻസ് കർവ് ഒറിജിനിലേക്ക് കോൺവെക്സ് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദ കൺസ്യൂമർ പ്രിഫർ വൺ ഗുഡ് ടു ദ അതർ അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ കർവ്. പിന്നെ എന്താ വരുന്നത്? കൺസ്യൂമർ ഇസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ എനി കോമ്പിനേഷൻ. ഇൻഡിഫറൻറ്റ് ആയതുകൊണ്ട് എന്താണ് ഈ പറയുന്ന കോൺവെക്സ് ആയിക്കോണമെന്ന് ഒരു നിർബന്ധമില്ല. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺസ്യൂമർ എക്സ്പീരിയൻസസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതവിടെ നിൽക്കട്ടെ. നാലാമത്തെ എന്താ? കൺസ്യൂമർ അച്ചീവ്സ് മാക്സിമം യൂട്ടിലിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് ദ കർവ്. അതൊന്നും ഈ പറഞ്ഞ കോൺവെക്സ് ടു ഒറിജിൻ പറയുന്നില്ല അല്ലെ. ഇനി ഒന്നാമത്തെ എന്താ? കൺസ്യൂമർ പ്രിഫേഴ്സ് വൺ ഗുഡ് ടു ദ അതർ അറ്റ് ഓൾ പോയിന്റ് അലോങ് ദ കർവ്. എക്കും സാധ്യതയുണ്ട്. ദ കൺസ്യൂമർ എക്സ്പീരിയൻസിങ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിക്കും സാധ്യതയുണ്ട്. പക്ഷെ കോൺവെക്സ് ടു ഒറിജിൻ പറയുന്ന ഏതാണ്? സി ആണ് പറയുന്നത്. കാരണം എന്താ നോക്കിയേ,
ഒരു അഡീഷണൽ കമ്മോഡിറ്റി ഞാൻ കൂട്ടുന്ന സമയത്ത് മറ്റൊരു കമ്മോഡിറ്റി കുറഞ്ഞു വരും അല്ലെ. ആൻഡ് ആ കുറവുകൾ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് അതിന് കോൺവെക്സ് ഷേപ്പിൽ വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ വീണ്ടും നമ്മുടെ ഇൻഡിഫറൻസ് ഷെഡ്യൂളിലേക്ക് പോവാണ്. ഒരു ആപ്പിൾ കൂട്ടിക്കഴിഞ്ഞ സമയത്ത് അല്ലെ, ഒരു ആപ്പിൾ കൂട്ടിക്കഴിഞ്ഞ സമയത്ത് എത്ര ഓറഞ്ചാ കുറഞ്ഞത്? 5 ഓറഞ്ചാ കുറഞ്ഞത് അല്ലെ. രണ്ടാമത് ഒരു ആപ്പിളും കൂടി കൂട്ടിക്കഴിഞ്ഞ സമയത്ത് എത്ര ഓറഞ്ചാ കുറഞ്ഞത്? 4 ഓറഞ്ചാണ് കുറഞ്ഞത് അല്ലെ. ഇനി വീണ്ടും ഞാൻ ഒരു ആപ്പിൾ കൂട്ടി. ഇവിടെ എല്ലാം ഓരോ ആപ്പിൾ കൂടുന്ന സമയത്ത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കുന്നുണ്ട്? ഓറഞ്ച് കുറയുന്നുണ്ട്. 20-ൽ നിന്ന് 15 ആവുന്നു, 15-ൽ നിന്ന് 11 ആവുന്നു. പക്ഷെ ആദ്യത്തെ കുറവ് 5 ആയിരുന്നു, പിന്നത്തെ കുറവ് 4 ആണ്, പിന്നത്തെ കുറവ് എത്രയാണ്? 3 ആണ്, പിന്നത്തെ കുറവ് എത്രയാണ്? 2 ആണ് അല്ലെ. അപ്പൊ ഈ കുറവുകളും കുറഞ്ഞു വരുവാണ് അല്ലെ. ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന എന്താണ് കോൺവെക്സ് ടു ഒറിജിൻ ആയിട്ട് വരുന്നത്. ഇങ്ങനെ കോൺവെക്സ് ഷേപ്പിൽ വരുന്നതിന് കാരണം എന്താ? ഈ ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിലും എന്ത് സംഭവിക്കുന്നു? ഡിക്രീസിങ് ആണെന്നുണ്ടെങ്കിലും ആ കുറവുകളും കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് വരുന്നത്. സോ എന്താണ് നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്? ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ ദ കൺസ്യൂമർ എക്സ്പീരിയൻസസ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നതാണ് അർത്ഥം. ആ സ്ലോപ്പിന് പറയുന്ന മറ്റൊരു പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡിമിനിഷിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറഞ്ഞു നമ്മുടെ ആ കുറവുകൾ കുറഞ്ഞു വരുന്നുള്ളതാണ് ഈ പറയുന്ന സി ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഇൻഡിഫറൻസ് കർവ് മാപ്പ്. എന്താ ഒരു ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് പറയുന്നത്? ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകളുള്ള സ്ഥലമാണ് അല്ലെ. A plot of various indifference curves showing the different combinations of two goods yielding equal satisfaction. B അല്ലേ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകൾ അല്ലെ, സെയിം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകളെ വരയ്ക്കുന്ന അതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലേ, ഒരു ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ആൻഡ് എലോങ് ദ കർവ് എന്ത് സംഭവിക്കുന്നു? മേലിന്ന് താഴേക്ക് വരുന്നതോറും അതിന്റെ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞാ വരുന്നത് അല്ലെ. ഒന്ന് നോക്കി, നമ്മൾ ആദ്യം നമ്മുടെ സ്ലോപ്പ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഭയങ്കര കുത്തനെയാണ് അല്ലെ, പിന്നെ അത് കുറച്ചുകൂടി ഫ്ലാറ്ററായി ഇവിടേക്ക് വരുന്ന സമയത്ത് അത് സ്റ്റീപ്പർ ആവുന്നുണ്ട്. അപ്പൊ സ്ലോപ്പ് എന്താ സംഭവിക്കുന്നത്? കുറഞ്ഞു വരികയല്ലേ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? നമ്മുടെ ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ഷേപ്പ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവിന് പറയുന്ന പേരാണെന്ത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബജറ്റ് ലൈൻ അല്ലെ. ഇൻഡിഫറൻസ് കർവ് നമ്മൾ പഠിച്ചു, ബജറ്റ് ലൈൻ പഠിച്ചു. ഈ രണ്ട് സംഗതികളും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു കൺസ്യൂമർ അതിൽ ഏത് കോമ്പിനേഷൻ ഓഫ് ആപ്പിൾ ആൻഡ് ഓറഞ്ച് അല്ലെ, രണ്ട് കമ്മോഡിറ്റീസിന്റെ ഏത് കോമ്പിനേഷൻ ഒരു കൺസ്യൂമർ എത്തും എന്നുള്ളത് അല്ലെ. ആ കൺസ്യൂമർ എങ്ങനെ ഈ പറയുന്ന പല കൊട്ടകൾ കാണുന്ന സമയത്ത് അതിൽ ഏത് കൊട്ടയിലേക്ക് എത്തും, അയാളുടെ പ്രിഫറൻസ് എത്തും എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഇൻഡിഫറൻസ് കർവും അതുപോലെ ബജറ്റ് ലൈൻ വെച്ച് കണ്ടുപിടിച്ചത്. സോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.